കുറച്ച് കാലങ്ങളായി ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ ശ്രീധർ തിയേറ്റർ 4K ഡോൾബി എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ 4Kയിലേക്ക് ശ്രീധർ ശരിക്കും അപ്ഗ്രേഡ് ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബാലറീന ഈ തിയേറ്ററിൽ കാണാൻ വേണ്ടി ഞാനിവിടെ എത്തിയത്. ശ്രീധർ എന്ന് പറയുന്ന ഒരുപാട് നൊസ്റ്റാൾജിയുള്ള തിയേറ്ററാണ്. 140ഉം 160ഉമാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ടിക്കറ്റ് എടുത്തപ്പോൾ ആ ടിക്കറ്റിൽ ശ്രീധർ സിനിമാസ് എഴുതിയെങ്കിൻ്റെ കൂടെ എവിടെയും 4K എന്നോ അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് എന്നോ അല്ലെങ്കിൽ 7.1 എന്നോ തുടങ്ങിയ ഇവരുടെ സ്പെക്ക് കാര്യങ്ങളൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. ശരിക്കും ഇവർ ഇത് 4Kയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തെന്നുള്ളൊരു സംശയത്തിലാണ് അകത്തേക്ക് കയറിയത്. ഒരുപാട് നൊസ്റ്റാൾജിയ ഉണ്ടാകുന്ന തിയേറ്റർ സ്ക്രീനാണ്. ഒരുപാട് സിനിമകളോടെ കണ്ടിട്ടുണ്ട്. പക്ഷേ പടം തുടങ്ങിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവർ 4Kയിലേക്കൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അത് ചുമ്മാ എഴുതി വെച്ചിരിക്കുകയാണ്, ആളെ പറ്റിക്കാൻ. അത് തന്നെ പറയാം. 4Kയുടെ യാതൊരുവിധ ക്ലാരിറ്റിയോ തുടങ്ങിയ ഒന്നും ഇതിനകത്തില്ല. ഇവരുടെ പഴയ ശ്രീധർ തിയേറ്ററിൻ്റെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. പക്ഷേ ഇപ്പോൾ ഇവരുടെ ശബ്ദം, അതായത് ഈ തിയേറ്ററിൻ്റെ സൗണ്ട് പരിതാപകരം എന്നേ പറയാനുള്ളൂ. വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എന്ന് തന്നെ പറയാം ഈ സിനിമയുടെ കാര്യത്തിൽ. ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്, ബാലറീന റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ആമസോൺ പ്രൈം ഒറിജിനൽസ് ആയിട്ട് കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞൊരു സീരീസ് ഇറങ്ങിയിരുന്നു. ആമസോൺ പ്രൈം ഒറിജിനൽ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ കോണ്ടിനെന്റൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോണ്ടിനെന്റലിൽ നടക്കുന്ന ആ റൂൾസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഒക്കേഷ് വാച്ച് തന്നെയാണ് ഈ കോണ്ടിനെന്റലിന്റെ അതേ രീതിയിൽ തന്നെയാണ് ബാലറീനയും എനിക്ക് ഇംപ്രസ് ആയത്. കാരണം ജോൺ വിക്കിന്റെ വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ജോൺ വിക്കിന്റെ സ്പിൻ ഓഫ് ആണ്. അപ്പൊ അതിൽ ജോൺ വിക്കിന്റെ 4 ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ കൈൻഡ് ഓഫ് കിക്ക് ഈ സിനിമ നമുക്ക് നൽകുന്നില്ല. എന്നാൽ പോലും ബാലറീന ഇറ്റ്സ് എ ഗുഡ് വാച്ച്. കാരണം ഒരു വളരെ ജനറിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു പെൺകുട്ടിയുടെ പ്രതികാരകഥയാണ്. അവളുടെ അച്ഛനെ അമ്മയെ കൊന്ന ഒരു കൾട്ട്, ആ കൾട്ടിനെതിരെ പോരാടുന്നു, അവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ പോകുന്നു. ഇതിനെതിരെ അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരുപാട് ക്ലീഷേ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഒന്ന് അനാ ഡി അർമാസിന്റെ ആ ഒരു ബാലറീന, ആ ഒരു ഈവ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് കാണിക്കുമ്പോൾ തുടക്കത്തിൽ ഒരു ട്രെയിനിങ് സെഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ നേരം വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിന്റെ സ്റ്റേജിങ് അതെല്ലാം ഗംഭീരമാണ്. പിന്നീട് അങ്ങോട്ട് പോകാൻ നേരത്ത് ഒരു കോണ്ടിനെന്റൽ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ആ ഫൈറ്റിന്റെ കൊറിയോഗ്രാഫി, അത് ഗൺ ഫൈറ്റ് ആണ് മെയിൻ ആയിട്ട്. അത് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെസ്റ്റോറന്റ് ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ഈ റെസ്റ്റോറന്റ് ഫൈറ്റ് കാണിക്കുമ്പോഴേക്കും മൊത്തത്തിലെ ടെറൈൻ അങ്ങ് മാറും. കൂടുതൽ നേരം ഇരുട്ടത്ത് ആ ഒരു വളരെ മൂടിയായിട്ട് നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പെട്ടെന്ന് ടെറൈൻ ചേഞ്ച് ആയി കഴിഞ്ഞിട്ടാണ് ഈ ക്ലൈമാക്സിലേക്കുള്ള ലീഡ് വരുന്നത്. അപ്പോൾ ആ മൊത്തത്തിലുള്ള സ്റ്റേജിങ്, ആ കൈൻഡ് ഓഫ് സെറ്റപ്പുകളൊക്കെ കാണാൻ ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജോൺ വിക്കിന്റെ മെയിൻ എൻട്രി. അതിന് മുമ്പ് ജസ്റ്റ് ഒരു 1-2 സീനിൽ കാണിച്ചു പോകുന്നുള്ളൂ. ഇപ്പൊ ജോൺ വിക്ക് വന്നതിന് ശേഷമുള്ള ഒരു ക്ലൈമാക്സ് ഫൈറ്റ്, പിന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലുള്ള ഒരു ക്ലൈമാക്സ് ഈ രീതിയിലേക്ക് വരുമ്പോൾ പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഹൈലൈറ്റഡ് പോർഷൻസ് ഉണ്ടല്ലോ, ഈ ട്രെയിനിങ് സീൻ, അതുകൂടാതെ ഈ പറയുന്ന കോണ്ടിനെന്റലുള്ള ഫൈറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള ക്ലൈമാക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരാൻ നേരത്ത് ഈ ഒരു പോർഷൻസ്, ഈ ഒരു 4 മേജർ ഹൈലൈറ്റഡ് പോർഷൻസ് കൊണ്ട് തന്നെ നമുക്ക് മുടക്കിയ കാശ് മുതലാവുന്ന രീതിയിലുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ബാലറീന നൽകുന്നത്. പിന്നെ അറിയാലോ, ഇതുപോലുള്ള സിനിമകളിൽ നമ്മൾ കഥ അല്ലെങ്കിൽ തിരക്കഥ അതിനോടൊന്നും ഒരുപാട് പ്രാധാന്യമൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ജനറിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും. ആ സ്റ്റോറി നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ ജോൺ വിക്കിന്റെ കൈൻഡ് ഓഫ് മൂഡ് സെറ്റിംഗ് നമുക്കറിയാലോ. ആക്ഷൻ സീൻസ് ആണെങ്കിലും പിന്നെ അതിനകത്ത് വയലൻസ് കാണിക്കുന്നതാണെങ്കിൽ വയലൻസ് ഒരുപാട് ഗോർ ബ്ലഡ് ഷെഡ് സീനുകളൊന്നും അല്ല, വളരെ സ്റ്റൈലൈസ്ഡ് ആയിട്ടാണ് ഇതിന്റെ വയലൻസ് കാണിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ ജോൺ വിക്കിൽ കണ്ടതുപോലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരു സാറ്റിസ്ഫൈങ് വാച്ച് ആണ്. പക്ഷെ ഈ സിനിമയിൽ പ്രധാനമായിട്ട് മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺ വിക്കിന്റെ ഡോഗ് മരിക്കുമ്പോൾ നമുക്ക് ജോൺ വിക്കിനോട് ഒരു ഇമോഷൻ തോന്നുന്നുണ്ട്. പുള്ളി ചെയ്യുന്ന കാര്യം അത് കറക്റ്റ് ആണ്. ബാക്കിയുള്ളവർക്കെതിരെ അവർക്കൊക്കെ നല്ല രണ്ടെണ്ണം കിട്ടണം അല്ലെങ്കിൽ അവൻ ചാവണം എന്നൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഇമോഷൻ നമുക്ക് ജോൺ വിക്കിനോട് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇമോഷൻ നമുക്ക് ഇതിനകത്ത് ഈവിനോട് തോന്നുന്നില്ല. ഈ വരുന്ന ക്യാരക്ടേഴ്സ് ആരോടും നമുക്കൊരു ഇമോഷണൽ ആയിട്ട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല. പിന്നെ വില്ലൻ ചത്താൽ എന്ത്, ചത്തില്ലെങ്കിൽ എന്ത് എന്നുള്ളൊരു ഫീലാണ്. ഒരു ഇമ്പാക്ട് ഉള്ള വില്ലനായിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. അതും എനിക്ക് തോന്നിയൊരു കുറവാണ്. ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ, ആ ഒരു തോന്നലാണ്. കാരണം ജോൺ വിക്കിന്റെ ബാക്കി 4 ഭാഗങ്ങൾ കണ്ടതുപോലെയുള്ള ആ ഒരു ഫീൽ അല്ല ലഭിക്കുന്നത്. ഓവറോൾ എനിക്കൊരു എബോ ആവറേജ് ഫീലാണ് നൽകിയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 4 ഹൈലൈറ്റഡ് പോർഷൻസ് അതല്ലാതെ ബാക്കിയൊന്നും കാര്യമായിട്ട് പുതുതായി ഒന്നും ഫ്രഷ്നെസ്സോ കാര്യങ്ങളോ ഒന്നും നൽകുന്നില്ല. അതിനുള്ളൊരു പുതുമയൊന്നും ഓഫർ ചെയ്യുന്നില്ല. എന്താ പറയാ, ഒരു ആവറേജ്, എബോ ആവറേജ്, നോട്ട് ആവറേജ്, ഒരു എബോ ആവറേജ് ആയിട്ടുള്ള വാച്ചാണ് ബാലറീന നൽകുന്നത്.